പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ജൂൺ 10 ചൊവ്വാഴ്ചയാണ്. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. എൻ്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിന്റെ അടയാളത്തിൽ ഞാൻ നിന്നെ നിന്റെ കുടുംബത്തെ ആശീർവദിക്കുന്നു. നീ ഇറങ്ങിപ്പോകുന്ന നിന്റെ വീടിന്റെ എല്ലാ വാതായനങ്ങളിലും ഞാൻ കർത്താവിന്റെ നാമത്തിൽ കുരിശാലേഖനം ചെയ്യുന്നു. നീ അനുഗ്രഹിക്കപ്പെട്ടവനാകട്ടെ. നിന്റെ കുടുംബവും കുഞ്ഞുങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവനത്തിൽ സമാധാനം ആശംസിക്കാൻ പറഞ്ഞ കർത്താവിന്റെ നാമത്തിലെ ഞാൻ ഈ സമയത്ത്, ഈ പ്രഭാതത്തിലെ നിന്റെ കുടുംബത്തിൽ സമാധാനം ആശംസിക്കുന്നു. കർത്താവെ, സമാധാനം ആ മക്കൾ അനുഭവിക്കുവാനും അതിൽ കുടികൊള്ളുവാനും ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. എവിടെ പോകുമ്പോഴും കർത്താവ് നിന്റെ വചനത്തിനനുസരിച്ച് ജീവിക്കുവാനും വചനത്തിൽ തെറ്റിപ്പിരിഞ്ഞ് പടല പിരിഞ്ഞു പോകാതിരിക്കാനും
കർത്താവെ, അങ്ങ് കെരൂബുകളുടെ സംരക്ഷണം അങ്ങയുടെ മക്കൾക്ക് നൽകാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഇന്ന് കണ്ടുമുട്ടുന്ന വ്യക്തികൾ നീ ആശീർവദിക്കണമേ. കർത്താവെ, ഞങ്ങൾ നിന്റെ പീഡാനുഭവത്തിൻ്റെ ശക്തിയാൽ, കുരിശുമരണത്തിൻ്റെ ശക്തിയാൽ, അതിനേക്കാൾ വരുന്ന ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തിയാൽ അങ്ങയുടെ മക്കളുടെ പ്രാർത്ഥനകൾ ചെവിക്കൊള്ളുകയും മാതാവിൻ്റെ മധ്യസ്ഥത അവ സ്വീകരിക്കപ്പെടുകയും ദൈവത്തിൻ്റെ കണ്ണീരുടെ അവർ വിതക്കാനുള്ള വിത്തുമായി പോകുന്നു. അവരെ ജയഘോഷത്തോടെ കൊയ്തക്കറ്റയുമായിട്ട് വരുന്നു എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ വചനം ഇന്ന് നിന്റെ ജീവിതത്തിൽ പാലിക്കുകയും നീ രാത്രി തിരിച്ചു വരുമ്പോൾ സന്തോഷത്തോടെ തിരിച്ചു വരുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് ചില സമയത്തെ മോശയേക്കാൾ ഇത്തിരിയോട് ഒരു പടി ചില കാര്യങ്ങൾക്ക് ജോഷുവയാണോ കുറച്ചുകൂടി ചില സാഹചര്യത്തിൽ മെച്ചമെന്ന് എനിക്ക് എപ്പോഴും ഇവർ തമ്മിൽ ഞാൻ തൂക്കി നോക്കിയിട്ടുണ്ട്. നിങ്ങളോർക്കും അച്ഛൻ ഈ ജോഷുവിനെയും മോശസിനെയൊക്കെ പറഞ്ഞു നടക്കുന്നത് എന്തിനാണ്? ജീവിതവുമായിട്ട് അല്ലേ നമ്മൾ എനിക്ക് ജപ്തി നടപടിയാണ്. എൻ്റെ മകള് ഇന്ന് വഴിതെറ്റിയ ഒരു ജീവിതം വേറെ ആൾക്കാരുടെ പോയി ഞങ്ങളുടെ വീട്ടിൽ മരിച്ച പോലെ ഇരിക്കുകയാണ്. അപ്പോൾ രാവിലെ അച്ഛൻ എന്തിനാണ് ജോഷുവിനെ കുറിച്ച് പറഞ്ഞത്, മോശസിനെ കുറിച്ച് പറഞ്ഞത്? നമ്മൾ എന്ത് കഴിച്ച അനുഭവങ്ങളിലൂടെ കടന്നു പോയാലും ഇതിനെ ഹീല് ചെയ്യിക്കുന്നത് ദൈവം തന്നെയാണ്. ഞാൻ എപ്പോഴും ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും മനുഷ്യരാശിയുടെ പ്രശ്നങ്ങൾക്കെല്ലാം ജീവിതത്തിൽ കൊടിയ പ്രശ്നങ്ങളിലെ ദൈവത്തെ മുൻനിർത്തി ദൈവത്തിൻ്റെ കരം ഗ്രഹിച്ച് ചെയ്ത ആൾക്കാരെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടം ദാവീദ, അതുപോലെ തന്നെ മോസസ്, പിന്നെ ജോഷുവ, പിന്നെ ഗിദെയോൻ പോലെയുള്ള ന്യായാധിപന്മാർ, പിന്നെ ഏലിയ പോലുള്ള പ്രവാചകന്മാർ, അപ്പോസ്തലന്മാർ. അപ്പോൾ എന്താ അവർ ഈശ്വരൻ നമുക്കങ്ങനെ പെട്ടെന്നങ്ങനെ ഒരു മോഡലാക്കാൻ ഭയങ്കര പാടാണ്. ഭയങ്കര, അതായത് നമ്മൾ ഈ IAS എന്ന് പഠിക്കുന്ന പോലെയൊക്കെ ഉള്ള സംഭവമാണ്. പക്ഷേ നമ്മൾ അതിലേക്ക് പോകുന്നതിന് മുമ്പുള്ള താഴെയുള്ള ക്ലാസ്സുകളാണ് ഞാൻ ഈ പറഞ്ഞതെല്ലാം. എന്താ ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായ? ഇപ്പം ഞാൻ ഓർക്കുകയെ, മോസസ് ആണോ നല്ലത്, ജോഷുവയാണോ? മോസസ് ചില സമയത്ത് പറയാം, മോസസ് അത് പറയേണ്ടിയില്ലായിരുന്നു. എന്താണെന്നറിയാമോ? മോസസ് പറയാൻ പാടില്ലാഞ്ഞിരുന്ന സംഭവം ഉണ്ടായിരുന്നു. ജനങ്ങളുടെ പക്ഷം ചേർന്നുകൊണ്ട് ജനങ്ങൾ ദൈവത്തിനെതിരെ മർദ്ദലിച്ചപ്പോഴും ദൈവം ജനങ്ങളെ ഒന്നടങ്കം നശിപ്പിക്കാൻ തീരുമാനിച്ചു. ദൈവത്തിന് ആവശ്യമില്ലാത്ത ജനങ്ങളെ പിന്നെ ഇവിടെ വെച്ചിട്ടൊരു കാര്യമില്ലല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് കർക്കശമായിട്ട് അവരെ കാര്യം ഫോർമേറ്റ് ചെയ്യുന്ന സമയമാണ്. നമ്മൾ ദൈവജനങ്ങളെല്ലാം എല്ലാ കാലങ്ങളിലും നോക്കുമ്പോൾ അത് ജനങ്ങളെ ദൈവം എബ്രാഹത്തിനെ വിളിച്ചു, പിന്നെ എബ്രാഹത്തിലൂടെ ഇസഹാക്കിനെ വിളിച്ചു, ഇസ്ഹാക്കിലൂടെ യാക്കോബിനെ വിളിച്ചു, യാക്കോബിലെ 12 ഗോത്രങ്ങൾ, ആ 12 ഗോത്രം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ പോയി അവർക്ക് തിരിച്ചു കൊണ്ടുവന്ന് കൽപ്പന കൊടുത്തു, അവർ ജനതയാക്കി വളർത്തി, അവരിലൂടെ രക്ഷകനെ വാഗ്ദാനം ചെയ്ത് കൊണ്ട് ആ പ്രോസസ് ഓഫ് ഫോർമേഷനാണ്. ഈ പ്രോസസ് ഓഫ് ഫോർമേഷൻ ആയതുകൊണ്ടാണ് ദൈവം ചിലപ്പോൾ വടിതടി ആയുധങ്ങളോടെ നിൽക്കുന്നത്. ചിലപ്പോൾ കൊന്നു കളയാൻ പറയും കൂട്ടത്തോടെ. എന്താ കാര്യം? ഇപ്പോൾ ഒരു താറാവിന് പനി വന്നു കഴിഞ്ഞാൽ, കുട്ടനാട്ടിൽ താറാവ് വളർത്തൽ കണ്ടിട്ടില്ലേ? ഒരു താറാവിന് പനി വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ താറാവുകാരൻ അതിൻ്റെ പെടലും മുറുക്കി കായലിട്ട് എറിഞ്ഞു കളയും. എന്താ കാര്യം? ബാക്കി എല്ലാത്തിനും പനി വരും. അതുപോലെ തന്നെ മോസസിൻ്റെ കാലത്താണ് ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ സീനായി കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴാണ് ഇവർ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നത് ദൈവമല്ല, അത് അവിടുത്തെ ദേവന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് വിഗ്രഹം ഉണ്ടാക്കിയത്. അപ്പോൾ അതിനെല്ലാം നശിപ്പിക്കാൻ വേണ്ടി ദൈവം തീരുമാനിക്കുമ്പോൾ മോശം ഇടയ്ക്ക് വീഴും. എന്താ പറയണമെന്ന് നോക്കിയേ, 32 എടുത്തേ പുറപ്പാട്. അവിടുന്ന് കനിഞ്ഞ് അവരുടെ പാപം ക്ഷമിക്കണം, അല്ലെങ്കിൽ അവിടുന്ന് എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ നിന്ന് എന്റെ പേര് മായ്ച്ചു കളഞ്ഞാലും നമുക്കറിയാമല്ലോ, ഈ ആധ്യാത്മിക ജീവിതത്തിന്റെ ദൈവത്തിൽ എത്തിച്ചേരുന്നതിന്റെ മനുഷ്യന്റെ അൾട്ടിമേറ്റ് എയിം എന്താണ്? വചനം അവസാനിക്കുമ്പോൾ എന്താ പറയണത്? വെളിപാട് 20:15 എടുത്തേ. ജീവന്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടാത്തവരെല്ലാം അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു. അപ്പൊ നമ്മുടെ ഉദ്ദേശം എന്താ? ജീവിക്കാൻ കർത്താവിന്റെ പുസ്തകത്തിലെ ജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ പേര് വേണമെന്നാണ്. ഇപ്പൊ മോസസ് ഇപ്പം ജനങ്ങളെ കണ്ടപ്പോൾ
ദൈവത്തിനെ പോലും വേണ്ടാത്ത കണ്ടീഷനായി. ജനങ്ങളുടെ കാര്യം വന്നപ്പോൾ ജനങ്ങളുടെ പാപം പൊറുക്കാൻ വേണ്ടി പുറത്തില്ലെങ്കിൽ അങ്ങയുടെ പേര് ജീവൻ്റെ പുസ്തകം എഴുതി കളയാൻ വേണ്ടി ശരിക്കും പറഞ്ഞാൽ ദൈവത്തോടെ അങ്ങേർക്ക് പറയാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. അപ്പോൾ ദൈവത്തിന് 2ാം സ്ഥാനം കൊടുത്തു. ഇത്രയും കഷ്ടപ്പെട്ട് ജനങ്ങൾക്കേക്കാൾ പ്രാധാന്യം, ജനങ്ങൾക്ക് അതും പാപം ചെയ്ത് ജനങ്ങൾക്ക് അമിത പ്രാധാന്യം വരണില്ലേ? പക്ഷേ ജോഷുവ ഈ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ലാത്ത ആളാണ്. ജോഷുവ വാഗ്ദാനം, അതുകൊണ്ട് ഈ വാഗ്ദാന നാട്ടിലേക്കുള്ള ആ വഴി അവിടെ വെച്ച് അവസാനിക്കുകയാണ്. പിന്നെ ഉടനെ ബാറ്റൺ ജോഷുവനെ ഏൽപ്പിക്കുകയാണ്. ജോഷുവയ്ക്കാണെങ്കിൽ പ്രാർത്ഥനാപരവും കിട്ടി. എന്താ കാര്യം? മോസസ് ഇത് പറഞ്ഞതിന് ശേഷം ഞാൻ ചില സമയത്ത് ഓർക്കുകയും മോസസിൻ്റെ പ്രാർത്ഥനാപരം കുറഞ്ഞ് കാണുക. കാര്യത്തിൽ അടുത്ത അധ്യായത്തിൽ വരുമ്പോൾ ഈ മനുഷ്യൻ ഏതാണ്ട് ഒച്ചു കുത്തിയ പോലെ പ്രാർത്ഥനാ കൂടാരത്തിന് പോകുന്നുണ്ട്. ഇപ്പൊ 33:11 വരുമ്പോ വായിച്ചു നോക്കിയേ. സ്നേഹിതനോടെന്ന പോലെ കർത്താവ് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചിരുന്നു. അതെ അതെ, അത് അതിന്റെ ട്രഡീഷണൽ ആയിട്ടുള്ളതാണ്. അതിനുശേഷം മോശ പാളയത്തിലേക്ക് മടങ്ങിപ്പോകും. എന്നാൽ അതെ, മടങ്ങിപ്പോകും. അവിടെ വെച്ചാൽ ബൈബിൾ തീരേണ്ടതാണ്, പക്ഷെ ബൈബിൾ തീർക്കണില്ല. എന്താ കാര്യം? വേറെ ക്യാമറ വേറെ ആളുടെ മുഖത്തേക്ക് മാറ്റുകയാണ്. ഇപ്പം ഇവിടെ വെച്ചാണ് ചേഞ്ചിങ് പറയണത്. എന്താണെന്ന് നോക്കിയാൽ, എന്നാൽ അവന്റെ സേവകനും സേവകൻ കണ്ടില്ലേ, അവന്റെ സേവകനും നൂനിന്റെ പുത്രനുമായ ജോഷുവ, ദേവന് 8ന്റെ പണി എന്താണ്? നൂനിന്റെ പുത്രനുമായ ജോഷുവ എന്ന യുവാവ് കൂടാരത്തെ വിട്ടുപോയിരുന്നില്ല. കൂടാരത്തെ വിട്ടുപോകുന്നില്ല. ഇതാണ് പണിയായത്. എന്താണ്? കൂടാരത്തെ വിട്ടുപോയിട്ടും മോസസ് വിട്ടുപോയിട്ടും വിട്ടുപോകാത്ത ഒരുത്തൻ അവിടെ ഇരിപ്പുണ്ട്. അവനായിരിക്കും വാഗ്ദാനം നാട്ടിൽ പോകണമെന്ന് വയ്ക്കും. ദൈവം ബാറ്റൺ അവൻ്റെ കൈ കൊടുക്കും. എന്നിട്ട് ജനങ്ങൾക്കല്ല, അവന് ജനമല്ല പ്രാധാന്യം, അവന് അവൻ്റെ ദൈവമാണ് പ്രാധാന്യം. അവൻ വാഗ്ദാനം നാട്ടിൽ ചന്തലിൻ്റെ മനുഷ്യൻ കാല് കുത്തിയ പോലെ ജോഷുവ വാഗ്ദാനം നാട്ടിൽ കാല് കുത്തിയിട്ട് പറഞ്ഞ വാക്കുണ്ട്. എന്താണെന്നറിയാവോ? കേട്ടോ, ജോഷുവയുടെ പുസ്തകം 24:15. കർത്താവിനെ സേവിക്കുന്നതിന് മനസ്സില്ലെങ്കിൽ നദിക്കക്കരെ നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ വസിക്കുന്ന നാട്ടിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെങ്കിലും പോയി തൊഴിലാന്ന് പറയണത്. അമോര്യരുടെ ദേവന്മാരെയോ ആരെയാണ് സേവിക്കണമെന്ന് വെച്ചാൽ ഇന്ന് തന്നെ തീരുമാനിക്കും. ഞാനും എന്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. അപ്പൊ അവിടെ ജനമല്ല പ്രശ്നം, ആരാണ്? കർത്താവാണ് പ്രശ്നം. ജനമല്ല പ്രശ്നം. മോസസിന് ജനം പ്രശ്നമായിരുന്നു. ആ ജനത്തെ രക്ഷിച്ചിട്ടുണ്ടെന്ന കർത്താവിൻ്റെ ഒരു ഓപ്ഷൻ വന്നപ്പോൾ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് വരെ പേര് മാറ്റാൻ പറഞ്ഞു. അപ്പം കർത്താവല്ല പ്രശ്നം, ജനമാണ് പ്രശ്നം. ഇവിടെ എന്താ പറയണം? ഇവിടെ ജനമല്ല പ്രശ്നം, കർത്താവാണ് പ്രശ്നം. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ സേവിക്കുന്ന കർത്താവിൻ്റെ കൂടെ നിൽക്കുക. അതായത് എപ്പോഴും ബൈബിളിൻ്റെ ഫോളോ ചെയ്യുന്ന ഒരു ഫോളോ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭാര്യയാണ്, ഭർത്താവാണ്, മക്കളാണെന്നല്ല, കർത്താവാണ് വിഷയം. അത് എപ്പോഴും നമ്മൾ ചിന്തിക്കണം. അതായത് ഇത് ദൈവ തിരുസന്നിധിയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ലാസ്റ്റ് ടെംപ്റ്റേഷനായിട്ട് വരും. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതാണ് ലാസ്റ്റ് ടെംപ്റ്റേഷൻ, അല്ല കസാസാക്കിസ് പറഞ്ഞതല്ല. കർത്താവിന് ഓപ്ഷൻ വെക്കുന്ന ലാസ്റ്റ് ടെംപ്റ്റേഷനിൽ മോസസ് പരാജയപ്പെട്ട് വിജയിച്ചു. അത് ദൈവശാസ്ത്രന്മാർ ചിന്തിക്കുക. പക്ഷേ വിജയിച്ച ഒരു മനുഷ്യനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്, ജോഷുവ. ഒരു ജോഷുവയിലേക്കുള്ള യാത്ര, അതാണ് വാഗ്ദാന നാട്ടിലെത്താനുള്ളൊരു വഴി. കർത്താവിൻ്റെ എല്ലാ വാഗ്ദാനങ്ങളും പ്രാപിക്കുന്നതാണ് ഉടമ്പടി. ഇതുപോലെ ലാസ്റ്റ് ടെംപ്റ്റേഷൻ വരുമ്പോൾ ലോകത്തെക്കാളും മനുഷ്യരെക്കാളും കർത്താവിൻ്റെ പക്ഷം ചേരാൻ കർത്താവ് നിനക്ക് ശക്തി തരട്ടെ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.